നിറങ്ങളുടെയും രുചിയുടെയും ലോകമായ നിറം കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിറം കഫേയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡ്, അതായത് ഒരു വർഷമായിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു കുപ്പിയുണ്ട് എനിക്ക്. അതായത് ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ച ഏകദേശം ഒരു 12 മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ടുള്ള ഇന്നത്തെ പ്ലം കേക്കാണ്. മെച്ചുവർഡ് പ്ലം കേക്ക്സ്, അതായത് 6 മാസത്തിൽ കൂടുതൽ സോക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന കേക്കുകളെ മെച്ചുവർഡ് പ്ലം കേക്ക്സ് എന്ന് സാധാരണ പറയാറുണ്ട്. അത്രേ ഉള്ളൂ. മെച്ചുവർഡ് പ്ലം കേക്ക്സിന് വേണ്ടി ഒരു വർഷമായിട്ട് സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കുപ്പിയാണ് ഇത് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ലെയറായിട്ട് അതിലോട്ട് അടുക്കി, ഇടയ്ക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ റമ്മൊക്കെ ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ച കുപ്പി ചെയ്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിനെ തൊട്ടിടാം. കേക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷമായി. കഴിഞ്ഞ ഡിസംബറിലാണ് ഞാനിത് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ഒരു വർഷം മുമ്പെയാണ് ഞാൻ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചത്. ഞാൻ ആ ബോട്ടിൽ തുറന്ന് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരു ഫംഗസോ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. നന്നായിട്ട് ഫ്രൂട്ട്സ് എല്ലാം ഡ്രമ്മിൽ സോക്കായിട്ടിരിക്കുകയാണ്. ഈ കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ കുപ്പി എടുത്ത് ഇങ്ങനെ ഒന്ന് വട്ടത്തിൽ കറക്കി കൊടുക്കുക ഇടയ്ക്ക്, അത്രേ ഉള്ളത്. അല്ലാതെ നമ്മളത്തെ വുഡൻ സ്പൂൺ വെച്ചത് ഇളക്കി എടുക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ. ആ ബൗളിലോട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവനായിട്ടൊന്ന് കമത്തിയിട്ടു. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള 500 ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ അതിൽ നിന്ന് എടുത്തു. ഗ്രാം ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു. അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ വരുന്ന രീതിയിൽ ഓറഞ്ചിൻ്റെ സെസ്റ്റും, ഒരു 1/2 ടീസ്പൂൺ വരുന്ന രീതിയിൽ ലൈമിൻ്റെ സെസ്റ്റും ഇടുന്നു. പിന്നീട് എടുത്തത് ഒരു ചെറിയ പീസ് ജാതിക്ക ഗ്രേറ്റ് ചെയ്തന്നെ. ഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. പിന്നീട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടെ എടുക്കുന്നുണ്ട്. ഇതൊരു ഓപ്ഷനലാണ് കേട്ടോ. ഒരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. കുറച്ച് കാഷ്യൂസ്, ചെറീസ്, റൈസൻസ്, കാൻബറി, പിസ്ത, അങ്ങനെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എടുത്താൽ മതി. ഈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഇനി വലിയ നനമൊന്നും ഉണ്ടാവില്ലേ, വെള്ളമൊന്നും കാണില്ല, അതായത് റമ്മ. നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്ലം കേക്കിന് വേണ്ടി ഷുഗർ കാരമൽ ചെയ്യണം. 1 കപ്പ് ഷുഗർ, പൊടിക്കാത്ത പഞ്ചസാരയാണ്, കാരമൽ ചെയ്യാനായിട്ടിട്ട് ഒരു ബൗളിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി. അത് പയ്യെ മെൽറ്റായി തുടങ്ങുന്ന സമയത്ത്, അതിന് മുന്നേ ഒന്ന് ഇളക്കി പിന്നെ ഇളക്കുന്നത് മെൽറ്റായതിന് ശേഷമാണ്. മെൽറ്റായി വരുന്ന സമയത്ത് അടുപ്പത്തൊന്ന് പാത്രം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച്, ഇളം ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കട്ട കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അത് അടുപ്പത്ത് വയ്ക്കുമ്പോൾ വീണ്ടും മെൽറ്റാവും. അങ്ങനെ ഒന്നുകൂടെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്കിത് അടുപ്പത്തൊന്ന് മാറ്റാം. പിന്നീട് എടുത്തത് സ്പൈസസ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട. അത് ചെറുതായിട്ടൊന്ന് പൊടിക്കുക. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി കേട്ടോ. നമ്മൾ ആ റമ്മിലും കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സിൽ. ഇപ്പോൾ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി. പിന്നീട് ബട്ടർ എടുത്തു. ബട്ടർ എടുത്തേക്കുന്നത് 250 ഗ്രാം. അത് നല്ലപോലെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണേ. ഓൾ പർപ്പസ് ഫ്ലോർ, അതായത് മൈദ 240 ഗ്രാം. പിന്നീട് എടുത്തേക്കുന്നത് കുറച്ച് പൗഡർ, സോൾട്ട് 1/4 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/4 ടീസ്പൂൺ. പിന്നീട് വാനില എസൻസ് 1 ടീസ്പൂൺ. അത് പിന്നീടാണ് യൂസ് ചെയ്യുന്നത്. ഈ കാണുന്ന ഓരോ പൗഡറും നമുക്ക് മൈദയിലോട്ടിടാം. സോൾട്ട്, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് സീവ് ചെയ്തെടുക്കാം. നല്ല മണമുണ്ട്. മൈദ കുറേശ്ശെ ഇടുക, 2-3 പ്രാവശ്യമായിട്ട് ഇടണേ. എന്നിട്ട് തവിയും കൊണ്ട് ഇളക്കാം, പക്ഷെ ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നീട് എടുത്തത് 4 ലാർജ് എഗ്സ്. നമുക്കത് എഗ്ഗും യോക്കുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്ത്
നല്ല ഫോമാക്കി വെച്ചിട്ടുണ്ട്. പിന്നീട് എടുത്തത് ഷുഗർ, ഗ്രാനുലേറ്റഡ് ഷുഗർ 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ഷുഗർ. അത് ഞാൻ ഇപ്പം പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നല്ല പൊടിയായിട്ട് പൊടിച്ചു. ഇവിടെ ബട്ടർ റെഡി, പൗഡേർഡ് ഷുഗർ റെഡി, അതുപോലെ എഗ് യോക്കും ഇവിടെ ഇരിപ്പുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ജാം എടുക്കാം. ഞാനിവിടെ ഓറഞ്ച് മെർമലേഡാണ് എടുത്തത്. കേക്ക് ഇനിയും മിക്സ് ചെയ്ത് തുടങ്ങാം. ആദ്യം നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ മിക്സറിൻ്റെ അകത്തോട്ടിട്ടിട്ട് ബീറ്റ് ചെയ്യാം. എഗ് ബീറ്റർ നമുക്ക് യൂസ് ചെയ്യാമേ ഇതിന് പകരം. ബട്ടർ നല്ല സോഫ്റ്റായ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പൗഡേർഡ് ഷുഗർ ഉണ്ടല്ലോ, അത് കുറേശ്ശെ ഇടുക. ബട്ടറും പഞ്ചസാരയും കൂടെ നല്ലപോലെ സോഫ്റ്റ് ആവണം. പിന്നീട് നമ്മൾ ആഡ് ചെയ്യുന്ന ആ 4 എഗ് യോക്കുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഓരോന്നായിട്ട് ആഡ് ചെയ്യണം. ഇപ്പോൾ 2 ഇട്ടു. അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി ഇടും. എന്നിട്ട് അതും നന്നായിട്ട് ബീറ്റ് ചെയ്യണം. പിന്നീട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വാനില എസൻസ് 1 ടീസ്പൂൺ അതിനകത്തോട്ട് ഇട്ടു. പിന്നീട് നമ്മൾ ആഡ് ചെയ്തത് നമ്മൾ കാരമൽ ചെയ്ത് വെച്ചേക്കുന്ന കാരമൽ സിറപ്പ് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അത് കുറേശ്ശെ ഒഴിക്കുക. മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് മെർമലേഡ്, അതിന് പകരം ഒരു ജാം വേണമെങ്കിലും ഇടാം. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ള ഡ്രൈ ഫ്രൂട്ട്സിൽ മൈദ ഇട്ട് ഇളക്കിയിട്ടുണ്ട്. എഗ് വൈറ്റും മിക്സ് ചെയ്യാനുണ്ട്. ഇത് രണ്ടുമാണ് ഇനി ഇടാനുള്ളത്. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സും മൈദയും കൂടെ മിക്സ് ചെയ്ത് ആ കൂട്ടിൽ നിന്ന് കുറച്ച് ആദ്യം ഇട്ടു. പിന്നീട് എഗ് വൈറ്റ് ഇട്ടു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്തു. എഗ് ബീറ്റർ ഉപയോഗിക്കുന്നവരാണ് അതിൻ്റെ ബ്ലേഡ് മാറ്റണം. അല്ലെ തവിയും കൊണ്ട് വേണമെങ്കിൽ ഉടൻ തവിയും കൊണ്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. മിക്സർ ഉപയോഗിക്കുകയാണെങ്കിൽ ലോ സ്പീഡിലായിരിക്കണം അത് ഇനിയിപ്പം നമ്മളത് വർക്ക് ചെയ്യുന്നത്. ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒരു ബേക്കിംഗ് ട്രേയിലോട്ട് ഞാൻ ആ ബാറ്റർ ഒഴിച്ചു. വലിയ ബേക്കിംഗ് ട്രേ ആട്ടോ. അങ്ങനെ വേണമെങ്കിൽ ബേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ 3 കേക്കായിട്ട് ബേക്ക് ചെയ്യാം. 2ആയിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഈ 3 എണ്ണത്തിൽ ഒരു കേക്ക് മാറ്റി വെച്ചു, കഴിഞ്ഞ ക്രിസ്മസിനുണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ ഈസ്റ്ററിന് എടുത്തേ. കേടായില്ലായിരുന്നു, അതുകൊണ്ടാണ് എത്ര നാൾ കേടാവാതെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി വെച്ചു. ഓക്കെ, എന്നിട്ട് ചെയ്തതാണ് ഈ ഐസിങ്. 180 ഡിഗ്രിയിലാണ് ബേക്ക് ചെയ്തത്. ഏകദേശം 45 മിനിറ്റ് മുതൽ 1.5 മണിക്കൂർ. ചില കേക്കുകൾ അതിന് മുന്നേ ആവും. ബേക്ക് ചെയ്യാൻ കേക്ക് വെച്ച് കഴിഞ്ഞ് ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 55 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ നിറം മോൾ വശത്ത് മാറും. ആ സമയത്ത് നമ്മൾ ഒന്നേ ഒരു ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പർ വെക്കണം, എന്നിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആ മോൾ വശം കരിഞ്ഞൊന്നും പോകത്തില്ല, നന്നായിട്ട് വരും. ഈ കാണുന്ന ഫോയിൽ പേപ്പറാണ്. ഒരു 45 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് മോൾ വശം നിറം മാറിയാൽ അതിൻ്റെ മുകളിലോട്ട് വയ്ക്കുക. എന്നിട്ട് ബാക്കി ബേക്ക് ചെയ്യുക. കേക്ക് ബേക്ക് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ 1 ടേബിൾ സ്പൂൺ റമ്മ് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഇപ്പം കേക്ക് ബേക്ക് ചെയ്തിട്ട് ഏകദേശം കുറച്ച് മണിക്കൂറുകളായിട്ടുണ്ട്. നന്നായിട്ട് കേക്ക് തണുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ കവറൊക്കെ മാറ്റി കുറച്ചുകൂടെ മുകളിലും സൈഡിലും ഒക്കെ റം ഒന്നുകൂടെ നമുക്ക് ടച്ച് ചെയ്യാം. എന്നിട്ട് നമുക്കിത് പൊതിഞ്ഞ് വയ്ക്കാം. ഇടയ്ക്ക് 2 ദിവസം കൂടുമ്പോൾ റം ഫീഡൊക്കെ ചെയ്ത് അത് പിന്നീട് ക്രിസ്മസ് ആകുമ്പോൾ മുറിക്കുമ്പോൾ എന്നാ ടേസ്റ്റ് ആണെന്നറിയോ.
കേക്ക് ഉണ്ടാക്കിയിട്ട് ഉടനെ മുറിക്കല്ലേ, കുറഞ്ഞത് 3 ദിവസമെങ്കിലും വെക്കണം കേട്ടോ. എന്നാലും ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല രുചിയാവത്തുള്ളൂ. ശരിക്കും നമ്മൾ മുറിച്ച് കഴിച്ച് തുടങ്ങുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് അത് പോകെ പോകെ മുന്നോട്ട് പോകുമ്പോൾ തീരാതാവും പിടി കൂടുതലാണ് പ്ലം കേക്കിന്. ഒരു ഫോയിൽ പേപ്പർ വെച്ച് അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ വയ്ക്കുക. കേക്ക് ഡയറക്റ്റ്ലി ഫോയിൽ പേപ്പറിൽ മുട്ടില്ലേ, നമ്മൾ ആൽക്കഹോളൊക്കെ തേച്ചതല്ലേ. എന്നിട്ട് നമുക്കിത് പൊതിഞ്ഞിട്ട് വയ്ക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഇടയ്ക്കൊക്കെ എടുത്ത് ഒന്ന് റമ്മൊന്ന് ഫീഡ് ചെയ്ത് ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നല്ല രുചിയാവും. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഐസിങ് എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാം. നന്ദി, നമസ്കാരം.